നമസ്കാരം. നല്ല നടുവേദനയുമായിട്ടാണ് ഞാൻ അമൃത ആയുർവേദിക് നാച്ചുറോപ്പതി ഹോസ്പിറ്റലിൽ എത്തിയത്. എൻ്റെ സഹപാഠിയായിരുന്ന ഡോക്ടർ MG ജയനാണ് ഇവിടുത്തെ ഫിസിഷ്യൻ. ഏറെ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. അസുഖത്തെക്കാൾ മനസ്സിന് ഏറ്റവും സന്തോഷങ്ങൾ നിറഞ്ഞ ദിനങ്ങളായിരുന്നു ഇതെല്ലാം. നടുവേദന മാറിയെന്ന് മാത്രമല്ല, നമ്മുടെ ഡോക്ടറുടെ സേവനം ഇത്രയും കഴിവിൻ്റെ ഒരു ഡോക്ടറെ നമ്മളാരും നേരത്തെ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നൊരു വ്യഥ കൂടി എനിക്കുണ്ട്. സഹപാഠിയായിട്ട് കൂടി ഈ വിവരങ്ങളൊക്കെ വളരെ വൈകിയാണ് അറിഞ്ഞത്. എന്നാൽ അതിന് ഫലമുണ്ടായി. വന്നതിന് ശേഷം നടുവേദന മുഴുവനായിട്ട് മാറുകയും നല്ല ഈ ആശുപത്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മേന്മകളുണ്ട്. ഇവിടുത്തെ ആംബിയൻസ് ഒരു ആശുപത്രിയുടേതല്ല, ഒരു വീടിന്റെ സൗഹൃദ അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത്. നല്ല ഫുഡ്, നല്ല പെരുമാറ്റം, നല്ല സൗകര്യങ്ങൾ, വളരെ വളരെയേറെ മനസ്സിന് ഉല്ലാസം തരുന്ന നിമിഷങ്ങളായിരുന്നു ഇവിടുത്തേത്. 10 ദിവസത്തെ ചികിത്സ കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായിട്ട് വീണ്ടും ജീവിതത്തിലേക്ക് കടക്കുകയാണ്. എന്നെ ഈ അവസരത്തിൽ എൻ്റെ കൂടെ നിന്ന എല്ലാ ജീവനക്കാർക്കും, പ്രത്യേകിച്ച് ഡോക്ടർ JNMGക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. 10 ദിവസം ചികിത്സ മിനിമം വേണം, ഏറ്റവും മിനിമം. 14 ദിവസമാണ് കൊള്ളാവുന്ന ഒരു കോഴ്സ്. സാധാരണ 1 മാസമോ 2 മാസമോ ആയുർവേദ ചികിത്സകൾ പറഞ്ഞിട്ടൊന്നും വലിയ അർത്ഥമില്ല. നമുക്ക് കൃത്യമായ ചികിത്സ എടുക്കുകയാണെങ്കിൽ 2 ആഴ്ച മതി. പിന്നീട് നമുക്ക് ഒരു അടുത്തൊരു സെഷൻ എന്ന രീതിയിൽ പിന്നെ കുറച്ചാലും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യ, സുഖമില്ല എന്നുള്ള രീതിയിലേക്ക് ഭാവിയിലേക്ക് ചിന്തിക്കുന്നതിനേക്കാൾ ഇതെല്ലാം നമുക്ക് മരുന്നിലൂടെയും നമ്മുടെ ഒരു ആത്മവിശ്വാസത്തിലൂടെയും നല്ലൊരു ശാന്തമായ ഒരു മനോഭാവത്തിലേക്ക് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ അസുഖമൊക്കെ തള്ളി മാറണം. പിന്നെ ഇതിന് പ്രത്യേകത നമ്മുടെ ഈ നട്ടല് വേദന, അതുപോലുള്ള ഈ ജോയിൻറ്റ് പെയിനൊക്കെ പലപ്പോഴും നമുക്ക് കൂടുന്നത് നമ്മൾ കുറച്ച് മാനസികമായി ഡൗൺ ആകുമ്പോഴാണ്. അങ്ങനെ ഡൗൺ ആവാതെ എപ്പോഴും ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരുപാട് നട്ടല് വേദന, ഒരു നടുവേദന ഉള്ളവരുണ്ട്. അവരത് അറിയുന്നത് പോലും ഇല്ല പലപ്പോഴും. കാരണം അവർക്ക് സമയമില്ല, അവർ എൻഗേജിലാണ്. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിലുള്ള പ്രശ്നത്തെ നമ്മൾ മറക്കണമെന്നല്ല. നിലവിലുള്ള പ്രശ്നത്തെ ഇപ്പോൾ സർജറി ചെയ്യേണ്ട ഒരു കേസ് പോലും ആവശ്യമില്ലാത്ത ഒരു സിറ്റുവേഷൻ പലപ്പോഴും അതിൻ്റെ ബിസിനസ് താല്പര്യത്തിൽ വെച്ച് പലരും ചെയ്യാറുണ്ട്. നമ്മൾ അങ്ങനെയല്ല ചെയ്യും. നമ്മളിപ്പോൾ മറ്റൊരു സിസ്റ്റത്തെ ആക്ഷേപിച്ച് പറയല്ല, പക്ഷേ നമുക്ക് വളരെ 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 ശാന്തമായ രീതിയിൽ, ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ, ശരീരത്തിന് ഒരു കുഴപ്പമുണ്ടാകാത്ത രീതിയിൽ അതിനെ വളരെ കൃത്യമായിട്ട് ശാന്തമാക്കി ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാം. പക്ഷെ അതിനുള്ളൊരു മനോഭാവം അത് അംഗീകരിക്കുന്ന ഒരാളുകളും വേണം. അത് കാരണം എന്താണ്? അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീഴില്ല. ഇപ്പോൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ വീഴില്ല, അതിൻ്റെ ഉയർത്തി കഴിഞ്ഞാൽ മറിഞ്ഞു വീഴും. അപ്പോൾ നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ പോവുകയാണ്. പക്ഷേ നിലവിലൊരു പ്രശ്നത്തെ മറന്നു കഴിഞ്ഞിട്ട് പ്രശ്നം ഇല്ലാതാവില്ല. പക്ഷെ അതിൻ്റെ മറ്റ് ബുദ്ധിമുട്ടുകൾ ആലോചിച്ച് അതിനെ വലുതാക്കാതിരിക്കാൻ പറ്റും. അതോടൊപ്പം ചികിത്സിക്കുകയും അങ്ങനെ ചികിത്സിക്കുകയും ആ പ്രശ്നത്തെ ഒരു പോസിറ്റീവ് മനോഭാവത്തോട് കാണുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം നമുക്കൊരു പ്രശ്നമായിട്ട് അനുഭവപ്പെടുകയില്ല. അങ്ങനെയാണ് ചെയ്യാം. പലരും അന്തം വിട്ട് വേണ്ടി ചെയ്യുന്നു. അയ്യോ, എൻ്റെ നടുവ്, എനിക്ക് നടുവ്, എനിക്ക് ജീവിതം പോയി. ആകെ നടുവാണല്ലോ, ബാക്ക് ബോൺ എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ പ്രധാന. അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പോഴത്തേക്ക് ആകെപ്പാടെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്ക് പോകും. അങ്ങനെയല്ല, അത് വന്നു കഴിഞ്ഞാൽ ശാന്തമായി അത് പറ്റി ഒരു തീരുമാനമെടുക്കുക, കൃത്യമായി ചികിത്സ ചെയ്യുക, പിന്നെ അതിനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് മരുന്ന് ചികിത്സകളുണ്ടെങ്കിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ക്രമേണ അതിനെ നമുക്ക് പരിഹരിക്കാം. ലോകത്ത് എല്ലാം പരിഹരിച്ചിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഓരോന്നിനെയും നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഈ ആത്മവിശ്വാസമാണ് ഏറ്റവും പ്രധാനം. അതെ, ആത്മവിശ്വാസം. എനിക്ക് കഴിയും, എനിക്ക് പറ്റും, അല്ലാതെ തളർന്നു പോകാതിരുന്നാൽ മതി. ഈ തളർന്നു പോകുമ്പോഴാണ് പലപ്പോഴും മരുന്നുകൾ എന്ത് ജീവിക്കും അത് പ്രയോജനപ്പെടുന്നില്ല എന്നൊരു തോന്നൽ നമുക്ക് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി നമുക്ക് അതിന് പറ്റിയൊരു അന്തരീക്ഷമാണ്. ഇപ്പോൾ അമ്മയുടെ ഒരു സ്ഥാപനം, അമൃതാനന്ദമയി അമ്മയുടെ ഒരു സ്ഥാപനം എന്ന നിലയിൽ തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു കാരുണ്യം, അമ്മയുടെ ഒരു സ്നേഹം ഇവിടെ ഈ പ്രകൃതിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. സത്യം. അത് നമ്മൾ അറിയാതെ നമ്മളിലേക്ക് ഇങ്ങനെ പകർന്നു തരുന്ന ഒരു ഊർജ്ജം.
അതിവിടെ പിന്നെ വരുമ്പോൾ ഒരു ആശുപത്രിയാണ്, അവിടെ ഇനി ചികിത്സിക്കണമല്ലോ എന്നുള്ളൊരു മനോഭാവത്തിൽ വേണം വേണ്ട എന്ന് കരുതി വരുന്ന പല ആളുകൾ കുറച്ച് കഴിയുമ്പോൾ അതുമായിട്ട് വല്ലാതെ അങ്ങ് അടുത്ത് നമ്മളെ വീടാണോ എന്ന് വെച്ചാൽ അതിലും വലിയൊരു സംഭവമാണ്, ആശുപത്രികളെന്ന് വെച്ചാൽ അതൊന്നും അല്ല. അപ്പോൾ ഇതിനൊക്കെ അപ്പുറത്ത് എന്തോ ഒക്കെയാണെന്ന് കരുതുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നമ്മൾ അറിയാതെ എത്തുകയാണ്. അത് വിദേശികളായാലും ശരി, നമ്മുടെ നാട്ടുകാരായാലും ശരി, നമ്മളായാലും ശരി, എല്ലാവർക്കും. അത് ആരും ഉണ്ടാക്കി വെച്ചതൊന്നും അല്ല, അത് ഈ പ്രകൃതിയുടെ, ഈ ദൈവത്തിൻ്റെ അമ്മയുടെ ഒരു കാരുണ്യമാണ്, ഒരു കമ്പാഷൻ.